ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊരു ശല്യമാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നാണ് നിന്റെ ഭാര്യ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. ആ പറഞ്ഞു. എവർക്ക് ചോറ് ഇവിടെയും കൂറ് വേറൊരിടത്തുവാ. ഏതൊരു സന്യാസി പോലും പറഞ്ഞു പോകുന്ന വാക്കാ അവള് പറഞ്ഞത്. ഏതു നേരവും അമ്മമ്മയുടെ കൂടെ ഇരിക്കാൻ നമുക്ക് നേരമുണ്ടോ? നിനക്ക് സ്കൂളിൽ പോണം, എനിക്ക് ജോലിക്ക് പോണം. എനിക്ക് അമ്മുമ്മയുടെ ഈ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടാ. പുരാണ കഥകള് അരച്ച് കലക്കി കുടിച്ചിരിക്കല്ലേ അമ്മുമ്മ? ആ അതെ അതെ, പ്രത്യേകിച്ച് മഹാഭാരതം അല്ലേ അമ്മമ്മ? മഹാഭാരതവും രാമായണവും ഭാഗവതവും ഒക്കെ ചെറുപ്പകാലം മുതൽ വായിച്ച് ധ്യാനിച്ചിരുന്നതല്ലേ മക്കളെ? അതെ, ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി അങ്ങനെ സംഭവിച്ചു പോന്നതല്ലേ. അമ്മുമ്മയ്ക്ക് മഹാഭാരതത്തില് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ആരാ? കർണൻ. മഹാഭാരതത്തിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായ റൈറ്റ്സുകളുണ്ട്. ശകുനിക്ക് വരെ അയാളുടേതായ ചില ശരികളുണ്ട്. അത് ശരി, ഇതുവരെ കഥ പറച്ചിലൊന്നും കഴിഞ്ഞില്ലേ? എവിടെ കഴിയ, വെളുക്കും വരെ ഉറക്കും എന്നെ ഈ രണ്ടെണ്ണം കൂടി. പണ്ട് ക്ഷേത്രങ്ങളിലെ കഥാപ്രസംഗത്തിന് മുന്നേ ഒരു ഹരികഥ പറച്ചിലുണ്ടായിരുന്നു. ഞാനിപ്പോ ഇവിടുത്തെ ഒരു ഹരികഥക്കാരിയാ. അതെ, സുപ്രസിദ്ധ കാതിക സരസ്വതി വർമ്മ. നിങ്ങളൊന്നും ഹരികഥയും കഥാപ്രസംഗമൊന്നും കേട്ടിട്ടില്ല. നിങ്ങളുടെയൊക്കെ കാലായപ്പോഴേക്കും അതൊക്കെ അന്യം നിന്ന് പോയില്ലേ? ശരിയെന്നാ, ഇവിടെ സ്റ്റോറി ടെല്ലിങ്ങോ ഡ്രാമയോ എന്ത് വേണേലും നടക്കട്ടെ. ഞാനേ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. അല്ല, എന്തിനാ രാജു ഇപ്പൊ പോന്ന്? അവനെ അവന്റെ അമ്മയെ കാണാഞ്ഞിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. ഇങ്ങനൊരു അമ്മക്കൊച്ച്. അമ്മക്കൊച്ച് അമ്മയെ കാണാൻ പോകുമ്പോ ഈ ഭാര്യ കൊച്ചിന് സങ്കടാവില്ലേ? അമ്മ ഉള്ളത് കൊണ്ടാ ഭാര്യ കൊച്ചിന് ഈ ഭർത്താവ് കൊച്ചിനെ കിട്ടിയത്. അത് മറക്കണ്ട. ഇങ്ങനെയൊക്കെയാണല്ലേ ഈ അമ്മായിയമ്മ പോരുണ്ടാവുന്നേ? അമ്മായിയമ്മ പോര് അത് പുരാതന കാലം മുതലേ വീടുകളിൽ നടത്തിപ്പോരുന്ന ഒരു മഹത്തായ കലാപരിപാടിയാ. ആ കല പലതരത്തിലാ അരങ്ങേറുന്നത്. ശരി, എന്നാ നേരം വൈകി ഞാൻ പോയിട്ട്. രാജുവേട്ടാ, എന്താ പോ? വെരി വെരി താങ്ക്സ്. താങ്ക്സ്. ആ മാഡം എന്നുള്ള ഒരു വിളി അവസാനിപ്പിച്ചേന്. മാഡം എന്നുള്ളൊരു വാക്ക് ഞാൻ വെറുത്തുപോയി. എവിടെയെങ്കിലും ആ വിളി കേട്ടാലേ എനിക്ക് പനിയും തലവേദനയും വരും. ശരി ശരി. രാജുവേട്ടൻ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒന്നല്ലല്ലോ പോയത്, വീട്ടിലേക്കല്ലേ അമ്മുമ്മേ? രാധമ്മേ, എടി രാധേ. എന്താ അച്ഛൻ എന്നെ വിളിച്ചോ? അയ്യോ, നിങ്ങളാണോ എന്റെ ഭാര്യ രാധമ്മ? ദൈവമേ, കേറി വരുമ്പോഴേ നെഗറ്റീവ് ആണല്ലോ. നിങ്ങൾ വല്ല വായുഗുളിയും കഴിച്ച് കഷായം കുടിച്ച് രാമനാമം ജപിച്ച് എവിടെയെങ്കിലും പോയി കിടന്നൂടെ അമ്മച്ചി? വെറുതെ എന്തിനാ മനുഷ്യനെ ശല്യപ്പെടുത്തണേ? ഞാൻ ലൗകിക ജീവിതം അവസാനിപ്പിച്ചില്ല ഭക്ത. ഓ, ഇനി ലോകമെമ്പാടും എനിക്കൊരു വിനോദസഞ്ചാരം നടത്തണം. എല്ലാ രാജ്യത്തെയും ഭക്ഷണം കഴിക്കണം, പ്രത്യേകിച്ച് ചൈനീസില്.
അവിടെ പാമ്പും പഴുതാരയും ഒക്കെ ഭക്ഷണമാണെന്ന് കേട്ടു. നിങ്ങൾ എവിടെയെങ്കിലും പോയി തൊലയി. എന്തിനാ പൊന്നമ്മച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ തലവേദന ഉണ്ടാക്കണത്? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ ഇവിടെ നിൽക്കുന്നതില് ഞങ്ങൾക്കാർക്കും ഒരു താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നത്? നിങ്ങളെ ഒരു ശല്യോ? പച്ചക്കറി തോട്ടത്തിൽ വരെ കീടനാശിനി തളിച്ച് കീടങ്ങളെ ഓടിക്കും. നിങ്ങളെ എന്ത് മരുന്ന് തളിച്ച് ഓടിക്കണോന്ന് ഞങ്ങൾക്ക് അറിയില്ല. സ്വന്തം മനസ്സാലെ ഒന്ന് പോയി തന്ന വലിയ ഉപകാരമായിരിക്കും. ആ പോയി തന്നാലേ ഒരു 2000 രൂപയെ ഞാൻ തരാം. 2000 രൂപ ഇതിന് ഞാൻ ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കി തരാം. പിന്നെ എന്നെ സംരക്ഷിക്കാനുള്ള ബാധ്യത എന്റെ മകനല്ലേ ഉള്ളത്. കാര്യം അവനും ഞാനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവനെന്നെ തള്ളി പറയില്ല. എടാ മകനെ താമരാക്ഷ. താമരാക്ഷനോ? ഞാനേ അവനിടാൻ തീരുമാനിച്ചിരുന്ന പേരതാ. പിന്നെ ഓട്ടം തുള്ളലുകാരൻ തന്തയാ ജയനെ കൊണ്ടുവന്നത്. മകനേ മകനേ. മഹത്വമേറിയ മാതാവ് എന്നെ വിളിച്ചായിരുന്നോ? വിളിച്ച് ആ, ദേ ഇന്ന് 2 തീരുമാനം ഉണ്ടാക്കണം. 2 തീരുമാനം മതിയല്ലോ. അതെന്തായാലും ഞാൻ ഉണ്ടാക്കും. പറയൂ. പിന്നെ ഞാനൊരു ശല്യമാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നാണ് നിന്റെ ഭാര്യ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഞാൻ പറഞ്ഞടി. ആ പറഞ്ഞു. എവർക്ക് ചോറ് ഇവിടെയും കൂറ് വേറൊരിടത്തുവാ. ഏതൊരു സന്യാസി പോലും പറഞ്ഞു പോകുന്ന വാക്കാ അവള് പറഞ്ഞത്. അവള് പറഞ്ഞവിടെ നിൽക്കട്ടെ. എനിക്ക് എന്റെ അമ്മ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അമ്മ എനിക്ക് എന്റെ ജീവന. അതുകൊണ്ട് ഞാൻ വേറൊരു വഴി ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്ത് വഴി? കൃത്യമായ ഫുഡ് കിട്ടും, മരുന്ന് വേണമെങ്കിൽ അതും കിട്ടും, ഉറങ്ങാനൊരിടവും കിട്ടും. കാവും കണ്ടത്ത് പള്ളിക്കാർ നടത്തുന്ന ഒരു അനാഥാലയമുണ്ട്. ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടു ചെന്നാക്കാം. അതിനേക്കാൾ നല്ലത് സെൻട്രൽ ജയിലിൽ പോകുന്നതാ. മട്ടൻ കറിയും പൊറോട്ടയും ദിവസവും കിട്ടുമെന്നാ പറയുന്നത്. അവിടെ പോണമെങ്കിൽ ഇപ്പൊ ആരെങ്കിലും തട്ടണമല്ലോ. അതിനല്ലേ നീ ഇങ്ങനെ തൂണ് പോലെ വളർന്നു നിൽക്കുന്നത്. നിന്നെ തട്ടിട്ട് ഞാൻ പോവും. നീ എവിടെ ഉണ്ടോ അവിടെ ഞാനും ഉണ്ട്. ചുമ്മാതെ അല്ല നിന്നെ ഞാൻ പ്രസവിച്ചത്.